അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സിഫത്ത് അള്ളാഹു തആല കൊടുത്തതാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. അള്ളാഹുവിൻ്റെത് ആരും കൊടുത്തതല്ല. റസൂലുള്ളാഹിന്റെ സിഫത്ത് അള്ളാഹു തആല കൊടുത്തതാണ്. അള്ളാഹു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് ശിർക്കും കുഫറും ഒന്നും വരാൻ പോകുന്നില്ല. അടിമയുടെയും അള്ളാഹുവിന്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അതത്രയും അള്ള കൊടുത്തതായതുകൊണ്ട് തന്നെ അടിമയുടെ കഴിവും ഉടമയുടെ കഴിവും തുല്യമല്ല. ഔലിയാക്കൾ മുഴുവൻ അള്ള കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റേത് മറ്റൊരാൾ കൊടുക്കുന്നതല്ല, സ്വന്തമായുള്ളതാണ്. അതുകൊണ്ട് ഔലിയാക്കൾക്ക് എത്ര കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാലും ഔലിയാക്കൾക്ക് എന്തറിവുണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹുവിന് തുല്യമാക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അള്ളാഹുവിന്റേത് സ്വന്തമാണ്, ഔലിയാന്റേതും അംബിയാന്റേതും അള്ള കൊടുക്കുന്നതാണ്. അതാണ് മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളും അഹ്ലുസുന്നത്തും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോഴത്തെ കള്ളത്തരീക്കക്കാർ മുഴുവൻ മുഅ്തസിലിയാക്കളാണ്. അവര് ഈ കൊടുത്ത കഴിവ് എന്നിങ്ങനെ പറയുന്നത് അത് ഈ മുഅ്തസിലത്തിന്റെ വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അല്ല. ചിലരുണ്ട് വിവരമില്ലാത്തവര്, അവരിങ്ങനെ ചിലപ്പോ പറയും അള്ള കൊടുത്ത കഴിവ്. അങ്ങനെ അള്ള കൊടുത്ത കഴിവ് എന്നല്ല പറയുന്നത്, കൊടുക്കുന്ന കഴിവ് എന്നാ പറയുന്നത്.